5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. നമുക്ക് PS നടരാജപിള്ള ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ പഴയ കാലഘട്ടത്തിലാണ് ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ DA എന്നൊരു സംവിധാനം കൊണ്ടുവന്നത്. കാരണം കാലാകാലങ്ങളിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ സാധനങ്ങളുടെ വില കൂടുക, യാത്രാ ചെലവ് കൂടുക, പെട്രോളിൻ്റെ വില കൂടുക, ഇങ്ങനെ ഒരുപാട് കാര്യമ്പോൾ വീണ്ടും മാന്യമായി സർക്കാർ ജീവനക്കാർക്കും സേവനം നടത്തുന്നവർക്കും മാന്യമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശമ്പളത്തിന് പുറമെ മറ്റൊരു ആനുകൂല്യം എന്നുള്ള നിലയിൽ DA ഒരു സംവിധാനം കൊണ്ടുവന്നത്. അത് കാലാകാലങ്ങളിലായി കൂട്ടുന്നൊരു സംവിധാനമുണ്ട്. പെൻഷൻകാർക്കും കൂട്ടി കൊടുക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി അത് അരിയറാവുന്നു എന്ന് മാത്രമല്ല, അത് PF ലയിപ്പിക്കുന്നു. പിന്നെ ചില സമയത്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ വളരെ കുറച്ച് സമയത്തേക്ക് PF ലയിപ്പിക്കും. പിന്നെ എന്നാൽ അത് പിന്നെ പണം കിട്ടുമല്ലോ, എന്നിട്ട് ബാക്കി തുക കയ്യിൽ കിട്ടുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ ബാക്ക്ലോഗ് വന്നിട്ടുണ്ട് എല്ലാ സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ ഇതിപ്പോൾ വളരെയധികം ബാക്ക്ലോഗ് വരുന്നൊരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് അനിശ്ചിതത്വവും കാര്യങ്ങളുണ്ട്. KGUയുടെ സംസ്ഥാന നേതാവ് എന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? DA അഥവാ ഡിയർനെസ് അലവൻസ് അഥവാ ക്ഷാമബത്ത എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു ജീവനക്കാരൻ്റെ അവകാശമാണ്. അത് കഴിഞ്ഞ 2021 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ അത് നിഷേധിക്കുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. DA ശമ്പളത്തോടൊപ്പം ലഭിക്കണമെന്ന് സർവീസ് റൂൾസിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കേരള സർവീസ് റൂൾസ് ഉള്ളതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ സർവീസ് റൂൾസിലൊക്കെ അത് കൃത്യമായി ബേസിക് പേയോടൊപ്പം DA നൽകണമെന്നാണ് പറയുന്നത്. പക്ഷേ കേരള സർവീസ് റൂൾസിൽ ഈ DAയോട് ബേസിക് പേയോടൊപ്പം DA കൊടുക്കണം എന്ന് കൃത്യമായി പറയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നമുക്കിപ്പോൾ നിയമപരമായിട്ട് നമുക്കതിനെ നേരിടാൻ കഴിയാത്തൊരു വലിയൊരു പ്രശ്നം. എന്തിനാണ് DA ജീവനക്കാർക്ക് നൽകുന്നതെന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉയരുന്നുണ്ട്. കാരണം ജീവനക്കാർ ഒരു വരേണ്യവർഗമായിട്ടാണ് പൊതുസമൂഹം കാണുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജോലികൾക്കൊന്നും പോകാൻ കഴിയാതെ ഒരിക്കൽ ഒരു സർവീസിൽ എൻ്റർ ചെയ്താൽ നമ്മൾ പിന്നെ റിട്ടയർ ചെയ്യുന്ന 56 വയസ്സ് വരെയും KSR എന്ന് പറയുന്ന കോൺട്രാക്ട് റൂൾസിനകത്ത് നിന്ന് ബൈൻഡ് ചെയ്യപ്പെട്ട് മറ്റൊരു ജോലിക്കും പോകാൻ കഴിയാതെ ലഭിക്കുന്ന ശമ്പളം ഉപയോഗിച്ച് അവൻ്റെ കുടുംബം പുലർത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ആ സന്ദർഭത്തിൽ നമുക്കറിയാം, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ ഉപഭോക്തൃ വിലസൂചിക, അതിൻ്റെ ഒരു വർധനവ് കാലാകാലങ്ങളിൽ ആ വിലസൂചികയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് നമുക്ക് ശമ്പളത്തിൽ കാലാനുസൃതമായ ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷാമബത്ത അഥവാ DA ജീവനക്കാർക്ക് നൽകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഉദാഹരണത്തിനിപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മളൊരു ചായ കുടിക്കുമ്പോൾ 10 രൂപയായിരുന്നു. ഈ വർഷം ആ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ വില 15 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 14, കടകളുടെ വ്യത്യാസത്തിനനുസരിച്ച് ആ വ്യത്യാസം വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഒരു പഴംപൊരി കഴിച്ചാലും ഈ 10 രൂപയ്ക്ക് കിട്ടിയിരുന്ന പഴംപൊരി 12 15 ഒക്കെ ആയി വരുന്ന വ്യത്യാസം. ഇത് ഓരോ കാര്യത്തിലും ഓരോ ഐറ്റത്തിലും പലവ്യഞ്ജനക്കടയിലാണെങ്കിലും പിന്നെ മറ്റ് എന്ത് കാര്യത്തിനും ജീവനക്കാരന് മാത്രമല്ല അവനെ ആശ്രയിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഈ ചെലവ് അധികരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. സ്വാഭാവികമായും അതിനനുസരിച്ച് നമ്മുടെ ശമ്പളത്തിൽ ഒരു നേരിയ വർധനവ് 6 മാസത്തിലൊരിക്കലുള്ള പണപ്പെരുപ്പത്തിൻ്റെ തോതിനനുസരിച്ച് ഒരു വർധനവ് കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ അത് സംസ്ഥാന സർക്കാരുകൾ നൽകി പോകുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 2021 ശേഷം നവകേരള നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ജീവനക്കാരന് DA നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. DA നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, 1/1/2021 1/7/2021 1/1/2022 8% DA കുടിശ്ശിക ലഭിച്ചു. ആ കുടിശ്ശിക നമുക്ക് ലഭിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശികയുണ്ടായിരുന്നു 117 മാസത്തെ കുടിശ്ശിക. ഈ 117 മാസത്തെ കുടിശ്ശിക നമുക്ക് ശമ്പളത്തോടൊപ്പം ലഭിച്ചില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ കുടിശ്ശിക നമ്മുടെ PFൽ ലയിപ്പിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് DA കുടിശ്ശിക ലഭിക്കാതെ പോയൊരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ 4 വർഷക്കാലം ഈ 4 വർഷക്കാലത്തിനിടയിൽ 3 ഗഡുക്കളായി ലഭിക്കേണ്ട DAയുടെ കുടിശ്ശിക 117 മാസത്തെ കുടിശ്ശിക, ജീവനക്കാരൻ്റെ PFൽ ലയിപ്പിക്കുന്ന ആ കുടിശ്ശിക, അത് ഒരുപക്ഷെ ജീവനക്കാരന് 3 വർഷമോ 4 വർഷമോ കഴിയുമ്പോൾ അവന് വിഡ്രോ ചെയ്യാൻ കഴിയുന്ന തുകയായിരുന്നു. ഇങ്ങനെ ഓരോ ജീവനക്കാരനും
ജീവിക്കാൻ മാർഗമില്ലാത്ത സാഹചര്യത്തിൽ ജീവനക്കാരൻ്റെ പോക്കറ്റടിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇതേ സന്ദർഭത്തിൽ തന്നെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ അവനാണ് ഈ ഒരു ആനുകൂല്യ നിഷേധം ഉണ്ടായിരിക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ മുതൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ വരെയുള്ള കേരള സർവീസ് റൂൾസിൽ വരുന്ന ജീവനക്കാർക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. മറിച്ച് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ ജോലി ചെയ്യുന്ന അതേ ഓഫീസിൽ അകത്തിരിക്കുന്ന ഒരു IAS ഓഫീസർക്കോ ഒരു IPS ഓഫീസർക്കോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർക്കോ ഈ കുടിശ്ശിക രൊക്കം പണമായി ലഭിക്കുന്ന സാഹചര്യമാണ്. അതാണ് ഇതിനകത്തെ വിരോധാഭാസം എന്ന് പറയുന്നത്. IAS ഓഫീസർ വാങ്ങുന്ന അതേ കടയിൽ നിന്ന് അതേ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുന്ന ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് അവിടെ കടം പറയേണ്ട സാഹചര്യം. IAS ഓഫീസർമാർ ജുഡീഷ്യൽ ഓഫീസർമാർക്കും ഈ തുക കയ്യോടെ കിട്ടുകയും അവരവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു വിരോധാഭാസമാണ് ഈ നവകേരളത്തിൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കാലാകാലങ്ങളിൽ കേന്ദ്ര സർക്കാർ പണപ്പെരുപ്പത്തിൻ്റെ വർധനവിനനുസരിച്ച് ഉപഭോക്തൃ വില സൂചികയിലെ വ്യത്യാസത്തിനനുസരിച്ച് ജീവനക്കാർക്ക് നൽകിക്കൊണ്ടിരുന്ന DA, അതായത് വിലക്കയറ്റം ഉണ്ടാകുന്നു. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സാധനം വാങ്ങാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ക്ഷാമം അനുഭവപ്പെടും. ആ ക്ഷാമം അനുഭവപ്പെടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? ഒരു ബത്തയിലൊരു വർധനവ്. അതാണ് ക്ഷാമബത്ത എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ഷാമമുണ്ട്, പക്ഷെ ബത്തയില്ല എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ. എന്ന് മാത്രമല്ല, ഇപ്പോൾ 18% കുടിശ്ശിക കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഈ സർക്കാർ നൽകാനുണ്ടെന്നുള്ളതാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്ര കുടിശ്ശികയില്ല. അവിടെ എല്ലാം കാലാനുസൃതമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് DA നൽകി പോരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അധികം DA കുടിശ്ശികയുള്ള ഒരു സംസ്ഥാനമെന്ന അതിൽ 1-ാം നമ്പറായി കേരളം ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരുപക്ഷെ നവകേരള നിർമ്മിതിക്ക് ഇതൊക്കെ ഒരു ഘടകമായിരിക്കാം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. DA കുടിശ്ശിക ഇത്രയുണ്ടെങ്കിലേ നവകേരളമാകൂ എന്നായിരിക്കും ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ ചിന്ത എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു UDF ഗവൺമെൻറ് ആയിരുന്നു കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ സമര പരമ്പരകളുടെ ഒരു കാലമായിരുന്നു ഇത്. സമരം ചെയ്യാൻ ഞങ്ങളെപ്പോലുള്ള സർവീസ് സംഘടനകൾ തയ്യാറാകുമ്പോഴും സാധാരണ ജനങ്ങളോടുള്ള ഒരു കൂറ്, അനിശ്ചിതകാല പണിമുടക്കടക്കം നടത്താൻ ഞങ്ങൾ തയ്യാറാകാത്തത് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ മുടങ്ങിപ്പോകും എന്നുള്ളതൊരു കാരണം കൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പോലും സർക്കാരിനോട് ഈ കാര്യത്തിൽ നിയമപരമായി കിട്ടേണ്ട അവകാശം എന്നുള്ള നിലയിൽ ഞങ്ങൾ കോടതിയെ പോലും ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ DAക്ക് വേണ്ടി സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ശമ്പള പരിഷ്കരണം കാലാകാലങ്ങളിൽ നിശ്ചയമായ ഇടവേളകളിൽ നടക്കേണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ ശമ്പള പരിഷ്കരണ സമയമായിട്ടുണ്ടോ, അതിൻ്റെ കമ്മീഷൻ വെക്കേണ്ട സമയമായിട്ടുണ്ടോ? അതിലും ഒരു അഭിപ്രായ വ്യത്യാസം ഗവൺമെൻറ് പറയുന്നുണ്ട്. 2019 അവസാനത്തെ ശമ്പള പരിഷ്കരണം. അത് നടപ്പിലാക്കിയത് 2021 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു. തിരഞ്ഞെടുക്കുന്ന നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസത്തിന് തൊട്ട് മുമ്പ് നമ്മുടെ അക്കൗണ്ടിൽ വന്ന ശമ്പളത്തിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. അത് 11-ാം ശമ്പള പരിഷ്കരണമായിരുന്നു. പക്ഷേ ആ 11-ാം ശമ്പള പരിഷ്കരണ കാലഘട്ടം എന്ന് പറയുന്നത് കോവിഡിൻ്റെ ഒരു മൂർധന്യ കാലഘട്ടമായിരുന്നു. ആ കോവിഡിൻ്റെ മൂർധന്യ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സാധാരണ ജനങ്ങൾ തൊട്ട് എല്ലാ മനുഷ്യരും വിട്ടുവീഴ്ച ചെയ്യാനും പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്രയവിക്രയങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. ആ സമയത്താണ് ഈ സന്ദർഭത്തിൽ ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ, സർവീസ് വെയിറ്റേജ് അടക്കമുള്ള നഷ്ടങ്ങൾ ജീവനക്കാർക്കുണ്ടായിട്ട് കൂടി ജീവനക്കാർ അതിനെയൊക്കെ ഉൾക്കൊള്ളുകയും 19 മുതൽ 21 വരെ ജീവനക്കാർക്ക് ലഭിക്കേണ്ട കുടിശ്ശിക 4 ഗഡുക്കളായി നൽകുമെന്നായിരുന്നു ശമ്പള പരിഷ്കരണത്തിൻ്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. 2024 ജൂലൈ 1 12-ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ട സമയമായിരിക്കുകയാണ്. ഈ 12-ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി ഉത്തരവ് വരേണ്ട കാലവും കഴിഞ്ഞു. ഒരു കൊല്ലം കൂടി ജൂലൈ 1 ആവുമ്പോൾ പിന്നിടുകയാണ്. 2025 ജൂലൈ 1 ആവുമ്പോൾ ഒരു കൊല്ലം കൂടി പിന്നിടുന്നു. അതിനൊരു കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു കമ്മീഷൻ വരുമോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു ചിന്ത ഈ കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ ഒരു ചർച്ച പോലും നടക്കുന്നില്ല. കമ്മീഷനൊന്നുമില്ലാതെ എങ്ങനെയോ ഒരു തട്ടിക്കൂട്ട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും ഈ സർക്കാർ എന്ന ഒരു പ്രചരണം എവിടേക്കെയോ നടക്കുന്നുണ്ട്.
കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ അനോമലി പോലും നമുക്ക് പരിഹരിക്കാൻ ഒരു കമ്മീഷനെയോ കമ്മിറ്റിയോ ഒന്നും വച്ചിട്ടില്ല. കാലാകാലങ്ങളിൽ ശമ്പള പരിഷ്കരണം വരുമ്പോൾ ഒരുപാട് അനോമലീസ് ഉണ്ടാകാറുണ്ട്, അനോമലി റെക്ടിഫിക്കേഷൻ സെല്ലുകൾ ഉണ്ടാകാറുണ്ട്. അവരേതാണ്ട് 2 വർഷം കൊണ്ട് ഈ അനോമലീസിൽ കുറേയേറെ പരിഹരിക്കും. പക്ഷേ 2021 നടപ്പിലാക്കിയ 2019 11ാം ശമ്പള പരിഷ്കരണത്തിലെ അനോമലി പോലും പരിഹരിക്കാൻ കഴിയാതെ, എന്ന് മാത്രമല്ല അന്ന് പ്രഖ്യാപിച്ച 4 ഗഡു കുടിശ്ശികയായി ലഭിക്കേണ്ടതിലെ 2 ഗഡു മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 3ാമത്തെ ഗഡു അനുവദിച്ചു. അത് പിൻവലിക്കണമെങ്കിൽ അടുത്ത സർക്കാർ വരണം. ഇനി 1 ഗഡു കുടിശ്ശിക ലഭിക്കാനുണ്ട്. അതെന്ന് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ശമ്പള പരിഷ്കരണത്തിന് 1 കൊല്ലമാണ് പിന്നിട്ടിരിക്കുന്നത്. ഇതൊരു വലിയ, ഇനി എന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെക്കുമോ, അത് വെച്ചാൽ എന്ന് അവരുടെ റിപ്പോർട്ട് കിട്ടും, പ്രോപ്പറായൊരു പഠനം നടക്കുമോ, ഈ കാര്യത്തിലൊക്കെ ജീവനക്കാർ കടുത്ത ആശങ്കയിലാണ്. ഒരു സംശയം കൂടി, ഇപ്പോൾ ഈ ആശാ വർക്കേഴ്സിൻ്റെ സമരം നടക്കുമ്പോൾ ഖജനാവിൽ പണമില്ല, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പലപ്പോഴും അവർ ചർച്ചയിലൊക്കെ അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഈ നവകേരളത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഈ ജില്ലകളിൽ നടക്കുന്ന സമ്മേളനം, വലിയ മഹാസംഗമങ്ങൾ നടന്നതിൽ തിരുവനന്തപുരം സംഗമത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി, പിന്നെ ധനകാര്യമന്ത്രിയുടെ ഒരു ലേഖനവും വന്നിരുന്നു കേരള കൗമുദിയിൽ, പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശമ്പള പരിഷ്കരണവും DA എല്ലാം കൊടുക്കുകയും അത് അനാമലിയെല്ലാം പരിഹരിച്ച് പോകണ്ടേ? അപ്പോൾ പിന്നെ എന്താണ് ഒരു തടസ്സം? ബഡ്ജറ്റിൻ്റെ സ്പീച്ചിൽ തന്നെ ധനകാര്യമന്ത്രി പറയുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ് തുടങ്ങുന്നത് തന്നെ. അത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ബഡ്ജറ്റിലെ വരി വായിക്കുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. നമുക്ക് ലഭിക്കാനുള്ള എല്ലാ കുടിശ്ശികയും ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തീരുമെന്നായിരുന്നു ഞങ്ങൾ ജീവനക്കാർ ധരിച്ചു വച്ചിരുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എഴുതി വെച്ചതും പ്രവൃത്തിയിലും രണ്ടും രണ്ടായ ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കേരളത്തിൽ നവകേരളത്തിന് മാത്രമല്ല, കരാർ നിയമനങ്ങളുടെ പറുദീസയാക്കി കേരളത്തിലെ സിവിൽ സർവീസിനെ മാറ്റിക്കഴിഞ്ഞു. ഏതാണ്ട് 1.5 ലക്ഷം ആളുകൾ കേരളത്തിൽ ഇന്ന് കോൺട്രാക്റ്റും കരാർ ദിവസവേതന കരാർ ജീവനക്കാരായി കേരളത്തിലെ സിവിൽ സർവീസിലുണ്ട്. ഒരു തൊഴിലാളി വർഗ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിലെ സിവിൽ സർവീസിനെ സംരക്ഷിക്കുമെന്ന് ആണയിടുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിൻ്റെ കാലത്താണ് 1.5 ലക്ഷം ദിവസവേതന കരാർ ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നെന്നുള്ള വിരോധാഭാസമാണ്. ദിവസവേതന കരാറിനെതിരെ കേന്ദ്രത്തിനെതിരെ സമരം, രാജ്ഭവൻ മാർച്ച് നടത്തുന്ന സംഘടനകൾക്ക് പോലും മിണ്ടാട്ടമില്ല ഈ കാര്യത്തിൽ. ഈ 1.5 ലക്ഷം കരാർ ജീവനക്കാർ ആരാണ്? അവിടെ സംവരണതത്വം പാലിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ഈ നിയമിച്ചിരിക്കുന്നത്? ആരെയാണ്? അത് പരിശോധിക്കുമ്പോഴാണ് ഇതെല്ലാം ചെന്നെത്തുന്നത് ചില പ്രത്യേക വിഭാഗത്തിൽ വരുന്ന, ചില പ്രത്യേക പാർട്ടിയിൽ വരുന്ന, ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളെയും അവരുടെ അനുബന്ധമായിട്ട് നിൽക്കുന്ന ആളുകളെയുമാണ് ഈ 1.5 ലക്ഷം കരാർ ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നത്. ഇത്രയധികം കരാർ നിയമനങ്ങൾ കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സിവിൽ സർവീസിൽ എന്നും കരാർ നിയമനങ്ങൾക്കെതിരെ, എംപ്ലോയ്മെൻറ്റ് വഴി നിയമനം നടത്താത്തതിനെതിരെ, സംവരണതത്വം പാലിക്കാത്തതിനെതിരെ കാലാകാലങ്ങളിൽ സമരം ചെയ്തിട്ടുള്ള ആളുകൾ ഇന്ന് മന്ത്രിമാരായിരിക്കുന്നിടത്താണ് ഈ വിരോധാഭാസം. ഇവിടെ ഇത്തരം കരാർ നിയമനങ്ങൾ നടത്തിയത് വഴി ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ശമ്പളമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വശത്ത് കരാർ നിയമനങ്ങൾ, ഒരു വശത്ത് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് PRD വഴി നടത്തുന്ന പ്രചണ്ഡമായ പ്രചരണമാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മുഖ്യമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ കണ്ടൻറ് റൈറ്റേഴ്സിൻ്റെയും ഒക്കെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ സർക്കാരിൻ്റെ കയ്യിൽ യഥേഷ്ടം പണമുണ്ട്. യഥാർത്ഥത്തിൽ ജീവനക്കാരുടെ കാര്യങ്ങളോ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളോ, ഉദാഹരണത്തിന് ആശമാരുടെ ശമ്പളത്തിൽ ഒരു നേരിയ വർധനവ് വരുത്തിയാൽ മതിയായിരുന്നു, അവരുടെ ആ സമരം പിൻവലിക്കാൻ കഴിയുമായിരുന്നു. ഇത് ആശമാരുടെ സമരം പോലെ ഇനി തെരുവിലേക്ക് ജീവനക്കാർ ഇറങ്ങുന്ന കാലം വിദൂരമല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ.